SDPI കോതമംഗലത്ത് എക്സൈസ് ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. ലഹരി മാഫിയയെ അടിച്ചമർത്തണമെന്നതായിരുന്നു ആവശ്യം. SDPI കോതമംഗലം മണ്ഡലം കമ്മിറ്റിയാണ് എക്സൈസ് ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചത്. ബോധവൽക്കരണമല്ല, നടപടികളാണ് വേണ്ടത്. ലഹരി മാഫിയകളെ സർക്കാർ അടിച്ചമർത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. ജില്ലാ കമ്മിറ്റി അംഗം ഷാനവാസ് പുതുക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു. നിയാസ് മക്കാർ അധ്യക്ഷത വഹിച്ചു. NS റഷീദ്, അബു കുരുമിനാംപാറ തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മുടെ യുവാക്കളെയും അതുപോലെ തന്നെ കുട്ടികളെയും അടക്കം ഈ ലഹരി മാഫിയ പിടികൂടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ലഹരിയുടെ ഉപയോഗം സർവ്വ മേഖലകളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെയാണ് പ്രൊഫഷണലുകളും അതുപോലെ തന്നെ IT മേഖലകളിലെ വർക്ക് ചെയ്യുന്നവരടക്കം ഇതിന്റെ ഇരകളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ കരിയർമാരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഇടനിലക്കാരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ആ സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്ന സംഭവത്തെ തുടർന്ന് ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ആ സിനിമാ നടനെ നോട്ടീസ് നൽകി വിളിക്കുകയും അദ്ദേഹത്തിന് പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ പോലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, ഞാൻ ഡി അഡിക്ഷൻ സെന്ററുകളിൽ പോയിട്ടുണ്ട്, ഞാൻ മാത്രമല്ല സിനിമാ മേഖലകളിലുള്ള പലരും ഈ ലഹരിയുടെ ഉപയോഗവും അതുപോലെ തന്നെ വിപണനവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കേവലം 2 പേരുടെ പേരുകൾ മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്ന് അദ്ദേഹവും അതുപോലെ തന്നെ മറ്റൊരു സിനിമാ നടനും അക്കാര്യത്തിൽ പറയുകയുണ്ടായി. GTV ന്യൂസ്, കോതമംഗലം.